പുണർദം പൂയം ആയില്യം 18-ാം തീയതി മകം. അതിനെന്താ? സ്വന്തം അച്ഛന്റെ കാര്യമായിരുന്നെങ്കിൽ പഞ്ചാംഗം എന്റെ കൈ കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലാക്കിയെന്നെ. എന്റെ അച്ഛന്റെ കാര്യമാവുമ്പോ കാര്യം പറ സുമതി. 18-ാം തീയതി അച്ഛന്റെ പിറന്നാള്. ഇത് സാധാരണ പിറന്നാളല്ല, ഷഷ്ടിപൂർത്തിയാ. അച്ഛനെല്ലാം ഞാനാണെന്നറിയാലോ. അതിനെന്താ, ഷഷ്ടി പൂർത്തി നമുക്ക് കേമമാക്കി കളയാം. 17-ാം തീയതിയെ നമുക്ക് വീട്ടിലെത്താം പോരെ? അച്ഛൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? എന്തു കൊടുക്കണം? അച്ഛൻ വലിയ ഭക്തനല്ലേ. ചെറിയ രുദ്രാക്ഷത്തിൽ സ്വർണം കിട്ടിയ ഒരു മാലയായാലെന്താ? ഒരു 4 പവനെങ്കിലും മതി. പവന് വില എന്താണെന്നറിയാവോ? 4 പവന് പണിക്കൂലി അടക്കം 12,000 രൂപയെങ്കിലും ആവും. നമ്മൾ 10 പൈസ ചെലവാക്കണ്ട. ഞാൻ എന്റെ ഒരു മാല അഴിച്ചു പണിതോളാം. അച്ഛാ, എഴുതി എഴുതി എന്റെ കൈ കഴിക്കുന്നു. വാ, നമുക്ക് കളിക്കാം. ഉണ്ണി, അത് മുഴുവൻ എഴുതാതെ അവിടെ നിന്ന് എഴുന്നേറ്റാ നിന്റെ തൊട ഞാൻ അടിച്ചു പൊട്ടിക്കും. ഞാൻ പോയിക്കോട്ടെ ചേച്ചി. ഇനി ഇരുട്ടി അയാളെന്നെ വീട്ടിൽ കയറ്റത്തില്ല. തങ്കപ്പൻ ഇപ്പോഴും നിന്നെ തല്ലൂ. എന്റെ എല്ല് മുഴുവനും നുറങ്ങിയിരിക്കുക ചേച്ചി. അടി കൊള്ളാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും എന്റെ ശരീരത്തിലില്ല. ചിലപ്പോ വല്ലതും തിന്നെന്ന് ചത്തുകളയാമെന്ന് വിചാരിക്കും. എന്ത് ചെയ്യാം, 2 പെറ്റുപോയില്ലോ. അവത്തങ്ങളുടെ മുഖം കാണുമ്പോ ചാകാനും മനസ്സ് വരത്തില്ല. ശരി, നീ പൊയ്ക്കോ. എന്റേതും നിന്റേതും എന്ന വ്യത്യാസം അച്ഛനമ്മമാരുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ പരിഭവം? ഞാൻ നാളെ തന്നെ ജെയിംസിനോട് പറയാം. ആഭരണങ്ങളുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. എവിടെ പോയി നിങ്ങളെ തള്ള? വിളിക്കാവളെ. അമ്മ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ലേ? ഇല്ല. അപ്പൊ അവൾ ആരെങ്കിലും കൂടെ പോയിരിക്കും, ഉറപ്പാ കേട്ടാ. അവിടെ നിൽക്കവിടെ. ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞില്ലേ, അകത്ത് കയറിയ മതി. ഇന്ന് ആരുടെ ഇവിടെ സൈക്കിൾ വന്നത്? പോസ്റ്റ്മാൻ ആയിരിക്കും. ആഹാ, അപ്പൊ പോസ്റ്റ്മാനായിട്ട് നിനക്ക് രഹസ്യബന്ധമുണ്ടല്ലടി? നിക്കടി അവിടെ നിക്കടി. നീ നിന്റെ രഹസ്യക്കാർക്ക് കള്ളുപിടിക്കാൻ കാശ് കൊടുക്കല്ലേ? എനിക്ക് തരടി. എന്നെ കൊല്ലടിയാണ്, എന്നെ കൊല്ലു. ഉടനെ അവിടെ നിൽക്കുന്ന മോളെ മതി താളം പിടിച്ചത്. അയ്യേ, ഇഡ്ലിയാണോ? എനിക്ക് ദോശ മതി. അവന് മാത്രമെങ്കിലും ദോശ ഇട്ട് കൊടുത്തൂടെ? ദോശ ഇവിടെ ഞാൻ സ്റ്റൗവിന്റെ അടുത്ത് പ്രതിമ പോലെ നിന്നാ മറ്റു ജോലികളൊക്കെ ആരാ നോക്കുക? ഇഡലി നിന്നാലെന്താ, തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങത്തില്ലേ? എനിക്കത് വേണ്ട. മോന് അച്ഛൻ ദോശ ഇട്ട് വരാം. ക്ലോക്കിലേക്ക് നോക്കിയിട്ട് വേണം കളിക്കാൻ. ഒരച്ഛനും മോനും വേണ്ടെങ്കിൽ തിന്നണ്ട. എനിക്കത് വേണ്ട. എങ്ങോട്ടല്ലേ ഓടുന്നത്? ഞാൻ കൊല്ലും. നിന്റെ തല വെച്ച് അതും തൂക്കിയെടുത്ത് മെയിൻ റോഡിൽ കൂടെ നടന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലും. നീ വീട്ടിൽ പോ. സാറേ, സാറിന് ഇവിടെ അറിയില്ല, ഈ നാട്ടിലെ ഇലക്ട്രിക് പോസ്റ്റ് വരെ വെള്ള ഭർത്താക്കന്മാരാ. ഒന്നും പെട്ടോളൂ. അനാവശ്യം പറയുന്ന മര്യാദയ്ക്ക് പുറത്തു പോവാൻ. അപ്പൊ സംഗതിയുടെ കിടപ്പ് അങ്ങനെയാണല്ലേ? അപ്പൊ പിന്നെ താനോട് ഇഷ്ടപ്പെട്ടുണ്ടോ?
ആഹാ. നടക്കണം അപ്പുറത്തേക്ക്. എനിക്കറിയണം ഞങ്ങൾ രണ്ടുപേരും പരിപാടി. വെറുതെ അല്ല നീ അവൾക്ക് മുണ്ടും ബ്ലൗസൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. നോക്കിക്കോ, ഒരു ദിവസം രണ്ടിന് ഞാൻ പിടികൂടും. പുറത്തിറങ്ങി എന്തൊരു കഷ്ടം ഇത്. ഭ്രാന്ത് അല്ല എന്താ? ദേഹം ഒരുങ്ങി ഒരു ജോലിയും ചെയ്യത്തില്ല. വല്ലവരുടെ വീട്ടിലെ പാത്രം തേച്ചും വിഴുപ്പലക്കി ഞാൻ അയാൾക്ക് ചോറ് കൊടുക്കുന്നത്. പകരം കിട്ടുന്നതോ തല്ലും തൊഴിയും തുപ്പും. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഭിക്ഷക്കാരന് പോലും വരാൻ വയ്യ. അയാളും എന്റെ രഹസ്യക്കാരനാണെന്ന് പറയും. എനിക്കങ്ങ് ചത്താ മതി. മാനേജർ സാബാണ്. മേ ചൽത്തി ഹൂം. ഹി വിൽ ഓഫർ മീ എ ലിഫ്റ്റ്. കുഞ്ഞിനെ ഡേ കെയർ സെന്റർ വിട്ടിട്ട് ഇതിൽ കുടുങ്ങി ചെല്ലുമ്പോഴേക്കും നേരം വൈകും. ബൈ ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമ്പികേ, അമ്പികേ, വാതിൽ തുറന്നിട്ടിട്ട് വീടിന്റെ പുറകുവശത്തോ അപ്പുറത്തെ വീട്ടിലെ മാവിന്റെ ചോട്ടിലോ ചെന്നിരുന്ന് വായിക്കരുത്. ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ വേലക്കാരിയാണെങ്കിലും എന്റെ കടമകളെ കുറിച്ച് എനിക്കറിയാം. അച്ഛാ സമച്ച് ഗയ. ഇവിടെ Now you can go. ഞാൻ അന്വേഷിച്ചു. ഭയങ്കര പണച്ചാക്കാണ്. ഭർത്താവിന് ബിസ്ക്കറ്റിന്റെ പരിപാടിയായിരുന്നത്രേ. കഴിഞ്ഞ കൊല്ലം കാർ ആക്സിഡന്റിൽ മരിച്ചു. നമ്മുടെ പാർട്ടി തട്ടിയതാണെന്നൊരു വെർഷനുണ്ട്. അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനാ അപവാദം പറയുന്നത്? എന്നാൽ അറിയാവുന്ന കാര്യം പറയാം. പാർട്ടിയുടെ കയ്യിൽ ഒരു 12 ലക്ഷം രൂപയുണ്ട്. ഫാക്ടറി വിറ്റ് കിട്ടിയതാ. നമ്മൾ ഒരു പിടി പിടിച്ചാൽ അത് ഡിപ്പോസിറ്റ് ആയിട്ട് ഇനി പോരും. 10 ലക്ഷം ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നമുക്ക് തന്നാൽ മതി. 2 ലക്ഷം വേണേ അവർ ചെലവായിക്കോട്ടെ.